അടുത്തത് സെനർ ഡയോഡ് ആസ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. എങ്ങനെയാണ് സെനർ ഡയോഡ് വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യുക? നമ്മൾ പറഞ്ഞു സെനർ ഡയോഡ് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് സ്റ്റെബിലൈസർ ആയിട്ടാണ്. പക്ഷെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സെനർ ഡയോഡിൻ്റെ കണക്ഷൻ ഡയഗ്രം ഇങ്ങനെയാണ്. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, സീരീസ് റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ നമ്മുടെ സെനർ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിന് ക്രോസ് ആയിട്ട് നമ്മളൊരു ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക ലോഡിന് ക്രോസ് ആയിട്ടാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ലോഡാണ് നമുക്ക് വേണ്ട ഡിവൈസുകളിലേക്ക് കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിൻ്റെ അഡാപ്റ്റർ അല്ലേ, മൊബൈലിൻ്റെ അഡാപ്റ്റർ ആണെങ്കിൽ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെയാണ്. നമുക്ക് അവസാനം ഔട്ട്പുട്ടിൽ കിട്ടുന്ന 5 വോൾട്ടേജ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടുന്നത് ഇതിനെ ക്രോസ് ആയിട്ടാണ്, ലോഡിനെ ക്രോസ് ആയിട്ടാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഔട്ട്പുട്ട് ആൻഡ് ദിസ് ഈസ് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് നമ്മൾക്കറിയാം, വീട്ടിൽ ഒക്കെയുള്ള കറണ്ട് വരുമ്പോൾ 230 വോൾട്ടേജ് ആണ് സാധാരണ ഉണ്ടാകുന്ന സപ്ലൈ. പക്ഷേ ഇത് വേരി ചെയ്യാം, ഒരു 200 വോൾട്ടേജ് തൊട്ട് ഒക്കെ വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജറുകളൊക്കെ തരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും, 5 വോൾട്ട് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഇൻപുട്ടിലുള്ള വേരിയേഷൻ നമ്മുടെ ഔട്ട്പുട്ടിനെ ഒരു കാരണവശാലും ബാധിക്കില്ല. അങ്ങനെ ഉള്ള ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെനർ ഡയോഡുകൾ ഉപയോഗിക്കുക. സോ നമ്മൾ സെനർ ഡയോഡ് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ടു പ്രൊവൈഡ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഫ്രം സോഴ്സ് ഹൂസ് വോൾട്ടേജ് മേ വേരി ഓവർ സഫീഷ്യൻറ്റ് റേഞ്ച്. അപ്പോൾ നമ്മുടെ മൊബൈൽ ചാർജർ ആണെങ്കിൽ അതിനുള്ളിൽ ഈ പറയുന്ന 230 വോൾട്ട് നമ്മൾ ലോവർ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 240 വോൾട്ടേജ്, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സം 10 വോൾട്ടേജ് അല്ലെങ്കിൽ അല്ലേ വേരി ചെയ്യാം. 230 ആണ് 10 വോൾട്ടേജ് ആയിരിക്കും. ഇനി 200 വോൾട്ടേജ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 7 വോൾട്ട് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? ഇൻ ബിറ്റ്വീൻ സെനർ ഡയോഡിനെ ക്രോസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നമുക്കിവിടെ സെനർ ഡയോഡിൻ്റെ വോൾട്ടേജ് 5 വോൾട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ 10 വോൾട്ട് 7 വോൾട്ട് എന്നൊക്കെ പറയുന്നത് സെനർ വോൾട്ടേജിനേക്കാൾ കൂടുതലുള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ എന്തായിരിക്കും? സെനർ ഡയോഡ് ഓൺ സ്റ്റേറ്റിലായിരിക്കും. അങ്ങനെ ഓൺ സ്റ്റേറ്റിലാണെങ്കിലോ സെനർ ഡയോഡിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും? ഓൾവേസ് അല്ലേ 5 വോൾട്ടേജ് ആയിരിക്കും. അതായത് സെനർ ഡയോഡിൻ്റെ വോൾട്ടേജ് എത്രയാണോ അതായിരിക്കും ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. നോക്കൂ, അപ്പോൾ നമുക്കിവിടെ ലോഡിന് അക്രോസ് ആയിട്ട് എന്ത് കിട്ടും? അതേ വോൾട്ടേജ് തന്നെ കിട്ടും. അതേസമയം നമുക്ക് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ഇവിടെ കൊടുക്കുന്നത് 10 7 അല്ല 4 വോൾട്ടേജ് ആണെങ്കിൽ അല്ലേ, സെനർ ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയും 4 ആണെങ്കിൽ സെനർ ഡയോഡ് ഓഫ് സ്റ്റേറ്റിലാണ്. അങ്ങനെ ഓഫ് സ്റ്റേറ്റിലാണെങ്കിലോ സെനർ ഡയോഡ് വർക്ക് ചെയ്യുമോ? ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് വോൾട്ടേജ് 4 വോൾട്ട് ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ എബോവ് സെനർ വോൾട്ടേജിന് എബോവ് വോൾട്ടേജ് ആണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെനർ വോൾട്ടേജ് ഇതാണ് സെനർ വോൾട്ടേജ്, അതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, so it may be noted that the sender will maintain a constant voltage Vset across the load so long as the input voltage does not fall below Vset. ഓക്കെ, എങ്ങനെയാണ് ഈ സെനർ ഡയോഡ് ഈ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്ജസ്റ്റിംഗ് ദി കറണ്ട് ഫ്ലോ ത്രൂ ദി ഡയോഡ്. നമ്മൾ നേരത്തെ ഫിഗർ കാണിച്ചിരുന്നു അല്ലേ, VI ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിരുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് കിട്ടിയത്? നമ്മൾ ഇവിടെ ഡയോഡ് കണക്ട് ചെയ്തേക്കുന്നത് റിവേഴ്സ് ബയാസിലാണ് അല്ലേ, റിവേഴ്സ് ബയാസ് റീജിയൻ എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്ത് പറ്റും? ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പോൾ അത് കറണ്ട്, ഇത് I ആണ്, ഇത് വോൾട്ടേജ് ആണ്. സോ ദിസ് ഈസ് റിവേഴ്സ് വോൾട്ടേജ് ആണ്, ഇത് റിവേഴ്സ് കറണ്ട് ആണ്. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്തായി? Vset എന്ന് പറയുന്ന പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് കൂടുന്നുണ്ടോ? ഇല്ല അല്ലേ. കറണ്ട് കൂടുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് സെനർ ഡയോഡ് ചെയ്യുക. ഓക്കെ.